ടീച്ചർ ഇന്നലെ PV അൻവർ പല ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ അതിലൊരു ആരോപണം വടകരയിൽ തെരഞ്ഞെടുപ്പിൽ ടീച്ചറിനെ തോൽപ്പിച്ചത് പാർട്ടിക്കാരാണ്. ഇപ്പോഴത്തെ ഒരു പാർട്ടിയുടെ വ്യവസ്ഥയിൽ പ്രശ്നമുള്ള പാർട്ടിക്കാരാണ് ആ ഒരു തോൽവിക്ക് കാരണമെന്നൊരു ആരോപണം കൂടി ഉന്നയിച്ചിരുന്നു. അത് തികച്ചും അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യമാണ്. കാരണം ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ LDFൻ്റെ പരാജയം എന്തുകൊണ്ടാണെന്ന് ഞങ്ങളുടെ പാർട്ടി അതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും വളരെ നന്നായിട്ട് വിശകലനം ചെയ്തിരുന്നു. കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾ കണ്ടെത്തുകയും അത് ഭാവിയിൽ പരിഹരിക്കേണ്ടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നടപടി LDFും CPIM സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലെവിടെയും പാർട്ടിക്കാരാണ് പരാജയത്തിന് കാരണമെന്ന് ഞങ്ങൾ വിലയിരുത്തിയിട്ടില്ല. പാർലമെൻറ്റ് ഇലക്ഷനിലുള്ള പ്രത്യേക രാഷ്ട്രീയ സാഹചര്യവും കേന്ദ്രത്തിലേക്കൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സാധാരണയായിട്ട് നമ്മുടെ നാട്ടിലെ ഒരു വിഭാഗം ജനങ്ങൾ അവിടെ BJPക്ക് ബദലായിട്ട് പുതിയ ഇന്ത്യ മുന്നണി വരാൻ വേണ്ടി കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുക എന്ന സമീപനം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ പാർട്ടി സംഘടനയെ വിലയിരുത്തിയ സമയത്ത് സാധാരണ തെരഞ്ഞെടുപ്പിൽ ചെയ്യുന്നത് പോലെ ഓരോ നിയോജക മണ്ഡലത്തിലും ഏതെങ്കിലും തരത്തിലുള്ള സംഘടനാ പ്രവർത്തനത്തിൽ പോരായ്മകൾ വന്നിട്ടുണ്ടോ അത് പരിശോധിച്ച് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ ശക്തമായിട്ട് സംഘടനാ പ്രവർത്തനം ശക്തമാക്കി മുന്നോട്ട് പോകുന്നതിനുമാണ് തീരുമാനിച്ചത്. ആ തീരുമാനം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് എടുത്തതാണ്. അതുകൊണ്ട് അത്തരം ഒരു ആരോപണത്തിന് യാതൊരു പ്രസക്തിയും ഇപ്പോഴില്ല. ഈ ടീച്ചറിനെ തോൽപ്പിച്ചത് പാർട്ടിക്കാരാണെന്ന് പറയാൻ അൻവറിനെ പ്രചോദനം എന്തായിരിക്കും ടീച്ചർ? എനിക്കറിയില്ല, അത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യമല്ല. ഞാനെങ്ങനെയാണ് അത് പറയുക? ഞാൻ CPIMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ പാർട്ടി എന്താണോ തീരുമാനിച്ചത് അതാണ് ഞങ്ങളെല്ലാം പറയുന്ന അഭിപ്രായം. അതിലപ്പുറം മറ്റാരെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ അത് ശരിയോ തെറ്റോ എന്ന് പറയാനുള്ള ഉത്തരവാദിത്തം എനിക്കില്ലല്ലോ. ഇതിൽ വളരെ വ്യക്തമായി കേരളത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷും അതുപോലെ ഞങ്ങളുടെ മുഖ്യമന്ത്രി സഖാവ് പിണറായിയും വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതിലുപരിയായി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രത്യേക അഭിപ്രായമില്ല. ഇതിൽ ശ്രീ അൻവറിനോട് വളരെ വളരെ അനുഭാവപൂർണ്ണമായ സമീപനമാണ് മുഖ്യമന്ത്രി തുടക്കത്തിൽ മുതൽ സ്വീകരിച്ചിരുന്നത്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അന്വേഷിക്കാം, ചില കാര്യങ്ങളെല്ലാം നടപടികളിലേക്ക് പോയി, മറ്റുള്ളത് അന്വേഷിക്കാം എന്ന് വളരെ വ്യക്തമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞതാണ്. പിന്നീട് എന്താണ് ഇത്രത്തോളം വന്നത് എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്. വന്ന് ഞങ്ങളുടെ മലപ്പുറം ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ് മാഷ് ഒരു വർഗീയവാദിയാണ് എന്ന് വരെ പറയും. മോഹൻദാസ് മാഷും സൈതാലിക്കുട്ടിക്ക് എല്ലാം തോളിൽ കൈയിട്ട് പ്രവർത്തിച്ചിട്ടാണ് അവിടെ ഇടതുപക്ഷ പ്രസ്ഥാനം കെട്ടിപ്പടുത്തത്. അതുകൊണ്ട് മാഷിയെല്ലാം അങ്ങനെ പറയുന്നത് അത് ശരിയായിട്ടുള്ള കാര്യമല്ല എന്നുള്ളതാണ്. PV അൻവറിനെ കൈയും കാലും വെട്ടണം എന്ന രൂപത്തിലുള്ള സഖാക്കളുടെ കൊലവിളി കൂടി പ്രചരിക്കുന്നു. ഞാനത് കേട്ടിട്ടില്ല. ഞാൻ നിയമസഭാ കമ്മിറ്റിയുടെ ഒരു യാത്രയുടെ ഭാഗമായി നോർത്ത് ഈസ്റ്റ് മേഖലയിലുള്ള സിസ്റ്റർ കമ്മിറ്റി മീറ്റിംഗും കഴിഞ്ഞിട്ട് ഇപ്പോഴും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടോ അറിയില്ല. അറിയാത്തൊരു കാര്യത്തിൽ പറയാൻ പറ്റില്ല. അങ്ങനെയൊന്നും നേരിട്ടൊരു ശീലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കില്ല. പക്ഷേ പാർട്ടിക്ക് ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പാർട്ടിയെക്കുറിച്ച് ശരിയല്ലാത്ത കാര്യം പറയുമ്പോൾ പാർട്ടി അണികളാകെ സജീവമാവുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് സാധാരണ ഉണ്ടാകുന്ന കാര്യമാണ്. അതിലുപരിയായി എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ കേൾക്കാത്ത കാര്യം എനിക്ക് പറയാൻ പറ്റില്ല.